തുടക്കം തന്നെ കുടവയറും കാണിച്ചിട്ടാണല്ലോ ദൈവമേ നിൽക്കുന്നത്. ഒരു യാത്രാ വ്ളോഗാണ് മക്കളെ. അപ്പോൾ യാത്രാ വ്ളോഗിലേക്ക് പോകാൻ നമുക്ക് താക്കോലെടുക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, പോകുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചു, അവിടുന്ന് വണ്ടിയിലേക്ക് പറന്നടിച്ച് പോവാണ്. കാരണം സമയം വൈകി 24 കിലോമീറ്റർ ചുറ്റണ്ടി വന്നു മക്കളെ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണേ. രാവിലെ നേരത്തെ എഴുന്നേറ്റു, പല്ല് തേക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തു, കുളിക്കാൻ തോർത്തെടുത്തു, നേരെ നമ്മൾ കുളിക്കാൻ വേണ്ടി പോവാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് വരാം. കുളി കഴിഞ്ഞ് ഇന്ന പനീനൊക്കെ ഇട്ട് കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കാൻ. കാര്യം എനിക്ക് ഒത്തിരി വയറുള്ളതുകൊണ്ട് എന്നെ എല്ലാവരും കളിയാക്കുന്നതും ഈ വയറിൻ്റെ കാര്യം പറഞ്ഞിട്ട് കേട്ടോ. ഇച്ചിരി കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ട് കാണുന്നവരെല്ലാം പറയും എന്തൊരു വയറാണത്, വയറനാണ്, ഗർഭിണനാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കളിയാക്കാറുണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ടും എക്സസൈസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് എന്തൊക്കെയോ ആണ് എനിക്ക് എൻ്റെ വയറ് കുറയുന്നില്ല. അത് കഴിഞ്ഞ് ഷൂവും ഇട്ടു, ഡ്രസ്സൊക്കെ തേച്ച് വടിയായിട്ട് ആണ് ഇട്ടിരിക്കുന്നത്. ചാർജർ എടുത്തിട്ടുണ്ട്, പിന്നെ ബാഗിലേക്ക് അതിൻ്റെ ഇതെല്ലാം വെച്ചു, അതിൻ്റെ കവറിലോട്ട് വെച്ചു. പിന്നെ പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. പവർ ബാങ്ക് മസ്റ്റാണ്. ഇത് നമ്മുടെ MIയുടെ തന്നെ പവർ ബാങ്ക് കേട്ടോ. വാച്ച് എപ്പോഴും മറന്നു പോകും, അതുകൊണ്ട് വാച്ച് എടുത്ത് കെട്ടിയിട്ടുണ്ട്. ഇതിനെയും എല്ലാവരും എൻ്റെ കഴുത്തിൽ, ശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പിനെ പോലെ എന്ന് പറഞ്ഞ് ഏത് സമയവും എൻ്റെ കഴുത്തിൽ കാണുമെന്ന് പറഞ്ഞ് കളിയാക്കുന്നൊരു സാധനമാണത്. അത് കഴിഞ്ഞ് താക്കോലെടുത്ത് വാതിൽ തുറന്ന് നേരെ നമ്മൾ പുറത്തോട്ട് പോകുന്നു. നല്ല വെളിച്ചം ഉണ്ടാകുമെന്ന് വിചാരിച്ചു, പക്ഷേ വെളിച്ചമില്ല. രാത്രി പുലർച്ചെയാണേ. ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ കാറ് വേറെ ആരുടെ കയ്യിലാണ് അപ്പം ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ഹെൽമെറ്റ് ഇടാം. ഹെൽമെറ്റ് മസ്റ്റാണല്ലോ. ഹെൽമെറ്റ് ഇട്ടതിന് ശേഷം മെല്ലെ നമുക്ക് ആ ഗേറ്റ് ഒന്ന് തുറക്കണം. ലൈറ്റ് അടിച്ച് താക്കോലിട്ട് വെച്ചു, ഓൺ ചെയ്തു. എന്നിട്ട് നമുക്ക് നേരെ ഗേറ്റ് തുറക്കാം. ഇപ്പോൾ ഗേറ്റ് തുറന്നതും വേഗം കിടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ജാക്കി ചാടി വെളിയിലോട്ട് പോകും. അപ്പം അവനെ തുറന്നുവിട്ടിരിക്കുകയാണല്ലോ. ലൈറ്റ് ഇട്ടു, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീടിനോട് ടാറ്റ പറഞ്ഞ് നമ്മൾ യാത്ര തിരിക്കുക. നമ്മുടെ വഴിയിലോട്ട് കിടന്ന് നമ്മൾ യാത്ര തിരിക്കുന്നു. പോകുന്ന വഴിയിൽ നമ്മുടെ റോയൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഒരു ചായക്കട, 4 മണിക്ക് തുടങ്ങുന്ന ചായക്കട കേട്ടോ. അടിപൊളി ചായ കിട്ടും. ഇവൻ അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കും. അവിടെ വെട്ടുകേക്കും. പിന്നെ ഈ സമയത്ത് തന്നെ ഈ ചായയ്ക്ക് വേണ്ടിയുള്ള കടികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഞാനൊരു ചായ മേടിച്ചു, ഒരു കടിയും മേടിച്ച് കഴിച്ച് അവിടുന്ന് യാത്ര തിരിച്ചു. ഇപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള ആളെയും വിളിച്ച്, കൂടുതലുള്ള ആളായിട്ട് ഈ വണ്ടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, ആനെയും വിളിച്ച് ഞങ്ങളിപ്പോൾ ഏകദേശം പഴയന്നൂർ പോകുന്ന വഴിയിൽ ഇപ്പോൾ മണപ്പാടം ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയ്ക്ക് ഞാനൊരു BGM ഇട്ടിട്ട് ഒരു വീഡിയോ ആണ് എന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ പറയുക, ഇപ്പം രാജാവിൻ പാവൈറാണിയിൻ പക്കം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ട്രെൻഡിങ് വീഡിയോ ഉണ്ടല്ലോ. ഇപ്പോൾ ഇതുപോലെ വീഡിയോയിൽ ഈ ഒരു സംഭവം എന്നാ പറയുക, ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെയാണ് ആ പാട്ടൊക്കെ ഇപ്പോൾ കൂടുതലും കാണുന്നത്, വണ്ടി ഓടിക്കുന്നതിൻ്റെ. അപ്പോൾ അതുപോലൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ യാത്ര തുടരാം. പൊന്നു മക്കളെ, ഒരു മുട്ടം പണി കിട്ടി. എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ 2 പേരുടെ ഫോൺ വീഡിയോ എടുക്കാനും മറ്റേ പരിപാടികൾക്കൊക്കെ ആയിട്ട് വെച്ചുകൊണ്ട് എന്നാ പറ്റിയെന്ന് അറിയാമോ, ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഏകദേശം അവിടുന്ന് ഇനി 24 കിലോമീറ്റർ ചെല്ലണം ഞങ്ങൾക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറ്റിയെന്ന് വെച്ചാൽ നേരത്തെ വേറൊരു വഴി ഇവിടുന്ന് കാണുന്ന ആ വഴി അങ്ങ് തിരിയേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരിയാതെ നേരെ വിട്ടടിച്ച് ചേലക്കര വഴി അങ്ങ് പോയി. എൻ്റെ പൊന്നു ദൈവമേ, അവസാനം റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടത് 7:30 ട്രെയിന്. അതിന് മുമ്പ് അവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് അവിടുന്ന് നടന്ന് റെയിൽവേ സ്റ്റേഷനകത്തോട്ട് ചെന്ന് എന്നിട്ട് വേണം ടിക്കറ്റ് എടുത്തിട്ട് 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പം അത് ഓടി മുകളിൽ കയറി ആ ബ്രിഡ്ജിലൂടെ കയറിയിട്ട് അപ്പുറം ചെന്നിട്ട് വേണം ഈ ഒരു ട്രെയിൻ വരുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് നിൽക്കാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഇനി എന്നാ പറയുക, സമയം എന്ന് പറയുന്നത് ഇവിടുന്ന് 24 കിലോമീറ്റർ എത്താനായിട്ട് 7:20 ആകുമ്പോഴേ 24 കിലോമീറ്റർ കഴിഞ്ഞെത്തുള്ളൂ. ഏകദേശം 10 മിനിറ്റ്, അതായത് 70 കിലോമീറ്റർ 80 കിലോമീറ്ററിൽ ട്രാവൽ ചെയ്താൽ മാത്രമേ ഈ സംഭവത്തിന് ആ സമയത്ത് എത്താൻ പറ്റുള്ളൂ. ചെറുതായിട്ടൊന്ന് പാളി തിരിച്ചു പോയാൽ മതിയായിരുന്നു. എല്ലാം ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയാൽ ഇവിടുന്ന് ഈ ഒരു വഴി, സത്യം പറഞ്ഞാൽ ഈ വഴി ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വഴിയല്ല, ഞങ്ങൾ വഴിതെറ്റി അങ്ങ് പോയി. എൻ്റെ ദൈവമേ, വീഡിയോ എടുത്ത് ഞങ്ങളങ്ങ് സംസാരിച്ച് അടിച്ച് പൊളിച്ച് നല്ല വൈബല്ലായിരുന്നോ. സംഭവം അങ്ങ് വിട്ടടിച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും വഴി തെറ്റിയെന്ന് മനസ്സിലായത് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ്. അവിടെ ചെന്നൊരു ചേട്ടനടുത്ത് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഇനി ഇതിലേ പോയിട്ട് നിങ്ങൾ റൈറ്റ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. നോക്കുമ്പോൾ എന്നാ ഷൊർണ്ണൂർ വഴിയാണ് പോകുന്നത്. ഇപ്പം
എൻ്റെ ദൈവമേ, ആകെ കൂടെ ടെൻഷനായി. എന്നിട്ട് എന്നാ ഇത് വിട്ടടിച്ച് പറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഞങ്ങൾ ഓടിപ്പടച്ച്, എൻ്റെ ദൈവമേ, ഒരു വിധത്തിൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് ഈ വണ്ടി പാർക്ക് ചെയ്തു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ട്. ഇനി നമുക്ക് വേഗം പോകണം കേട്ടോ. അപ്പം ചെറുതായിട്ടൊന്ന് സമയം വൈകിപ്പോയി, വേറെ ഒന്നുമില്ല, ഞങ്ങളൊന്ന് വഴി തെറ്റിപ്പോയി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഈ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പരിപാടികൾ അടിപൊളിയായി നടക്കുന്നുണ്ട്. അവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സുധീഷ് ബ്രോ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് നമ്മുടെ അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഇപ്പുറത്ത് നിന്നിട്ട് ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തപ്പോഴത്തേന് എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽമെറ്റ് ഞാൻ അവിടെ വെച്ചിട്ട് വന്നു. എൻ്റെ കൂടെ ഉള്ള പുള്ളിക്കാരൻ ഹെൽമെറ്റ് വെക്കാതെ തലയിലിട്ട് വന്ന് ടിക്കറ്റ് എടുക്കാൻ തന്നു. അപ്പോൾ തന്നെ സമയം വൈകിപ്പോയി. പിന്നെ പുള്ളി ഓടി അങ്ങോട്ട് ചെന്ന് കണ്ടോ, സമയം 7:22 7:30 ട്രെയിൻ. ഇനി അത് ക്രോസ് ചെയ്ത് അപ്പുറം ചെന്ന് ഒരറ്റത്തോട്ട് നടക്കണം. നോക്കുമ്പോൾ സുധീഷ് ബ്രോനെ കാണാനില്ല. സുധീഷ് ബ്രോ ഹെൽമെറ്റ് വെക്കാൻ പോയിട്ട് ആൾ വന്നില്ല. ഇനി എന്നെ വരുന്നുണ്ട് നോക്കണത്, വരുന്ന ആളാ ഓടി വരുന്നുണ്ടോ. ഇനി ഞങ്ങൾ ഓടണം. ഇത് കണ്ടോ, ഇതെല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സ്റ്റെപ്പ് അങ്ങ് കയറാം. സ്റ്റെപ്പ് കയറി ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമുക്ക് തിരിയേണ്ടത്. എന്നാ ഒരു അത്യാവശ്യ ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്താണ് ഇത്രയും സ്റ്റെപ്പുകളുടെ ബുദ്ധിമുട്ടെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. ഇനി കയറി അവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ കിടപ്പുണ്ട്. ഇതിൽ എന്നായിരിക്കും അറിയത്തില്ല, വല്ല വളമായിരിക്കുമോ? നിങ്ങൾക്കറിയാമോ ഇതിൽ എന്നായിരിക്കും കൊണ്ടുപോകുന്നത്? ഇങ്ങനെയുള്ള ഓപ്പണായിട്ട് ഈ ടാർപ്പായൊക്കെ കെട്ടിയിട്ട് എന്നാ കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു വിധത്തിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ട്രെയിനിനായി വെയിറ്റ് ചെയ്തു. ഞങ്ങളവിടെ ഏകദേശം 7:25 ആകുമ്പോഴത്തേനും എത്തി. നമ്മുടെ ട്രെയിനല്ലേ, എങ്ങനെ പോയാലും കുറച്ച് ഡിലേ ആവും. ഇപ്പം 7:35 അടുത്തിട്ടുണ്ട്. 7:35 ആയപ്പം ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വരുന്നുണ്ട്. ആ വരുന്ന ട്രെയിനാണ് നമ്മൾ പോകാനുള്ള സാധനം കേട്ടോ. ഇൻ്റർസിറ്റിയിലേക്കാണ് എടുത്തിട്ടത്. നമ്മുടെ സുധീഷ് ബ്രോ എൻ്റെ കൂടെ തന്നെ നിൽപ്പുണ്ട്. ഫ്രണ്ടിൽ നിൽക്കുന്നത് നമ്മുടെ സുധീഷ് ബ്രോ കേട്ടോ. ട്രെയിൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. വേഗം വരട്ടെ. ഇനി ഓടാം മക്കളെ. ഇനി അതിൽ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ഫ്രണ്ടിലോട്ട് ഓടണം. കാര്യം ഫ്രണ്ടിലൊരു കമ്പാർട്ട്മെൻറ്റും പുറകിലൊരു കമ്പാർട്ട്മെൻറ്റും മാത്രമേ ഉള്ളൂ. നമ്മൾ റിസ്ക് എടുത്തതിൻ്റെ പുറകെ ഓടുകയാണ്. എന്തേലും കൈ തെറ്റി കാല് തെറ്റി താഴോട്ട് പോയാൽ എൻ്റെ വണ്ടി ദൈവമേ പണി പാളും. അപ്പോൾ ഇവിടെ കയറാം അല്ലേ, ഇതിലോട്ടങ്ങ് നമുക്ക് കയറാം. എല്ലാവരും ചില ആളുകളൊക്കെ ഇതിൻ്റെ ഇടയിൽ ചാടി കയറി കേട്ടോ, എൻ്റെ ഇടയിൽ കൂടെ തന്നെ. പക്ഷേ ഞാൻ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം ഇച്ചിരി ഒന്ന് നിന്ന് കഴിഞ്ഞിട്ട് കയറാം. കയറി അകത്തോട്ട് കയറി നമുക്കൊരു സൈഡ് സീറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സൈഡ് സീറ്റിലോട്ട് കയറിയിരിക്കുകയാണ്. എൻ്റെ ഓപ്പോസിറ്റ് ഒരു ചേട്ടനിരിപ്പുണ്ട്. വേറെ ആരൊക്കെയോ വരുന്നുണ്ട്. നമ്മുടെ സുധീഷ് ബ്രോ ഇതെത്തി. സുധീഷ് ബ്രോ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ട്രെയിൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ട്രെയിനിൽ കയറി. ട്രെയിനിന് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പോകുക കേട്ടോ. അതിൻ്റെ അടുത്ത ആൾക്കാരൊക്കെ താമസിക്കരുത്. എങ്ങനെ ഇവർ ഇത്രയും അടുത്ത് താമസിക്കുന്നതല്ലേ? ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, എങ്ങനെ ഇത്രയും ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇവരെങ്ങനെ അവിടെ കിടന്നുറങ്ങുന്നുള്ളത്. ഒരു പക്ഷേ ഇങ്ങനെ സൗണ്ട് കേൾക്കാതെ ഇനിയിപ്പോൾ അവർക്ക് ഉറക്കാൻ പറ്റില്ലെങ്കിലോ, ഇനി അങ്ങനെ ഉറക്കം വരില്ലായിരിക്കും അല്ലേ? എവിടേക്കും സൈലൻ്റായ ഏരിയയിലേക്ക് അങ്ങനെ പോയി കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം വരത്തുമില്ല. ഞാൻ അവിടെ നിന്ന് ആദ്യം തന്നെ പോയത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാത്റൂമിലേക്കാണ്. കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടേ. ഒന്ന് മുള്ളിയിട്ട് വരാം. വീഡിയോ ഇവിടെ വെച്ച് കട്ടാകുന്നു. മുള്ളിയിട്ട് വന്നിട്ട് ഓക്കെ, മുള്ളി കഴിഞ്ഞു. ഡോറടച്ചു. നമുക്ക് നമ്മുടെ സീറ്റിലോട്ട് പോയിരിക്കാം. അവിടെ നമ്മുടെ എന്താ പറയുക, സുധീഷ് ബ്രോരെ പിടിച്ചിരുത്തിയിട്ട് അപ്പുറത്തെ ബാഗ് വെച്ചിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരവിടെ നിന്ന് മെല്ലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സുധീഷ് ബ്രോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇതേതാ സ്റ്റേഷൻ എന്നറിയാമോ? ഇതാണ് ഷൊർണൂർ സ്റ്റേഷൻ. ഞങ്ങൾ ആ 24 കിലോമീറ്റർ ഓടിയ സമയത്ത് ഈ ഷൊർണൂർ സ്റ്റേഷൻ്റെ അവിടെ എത്തിയപ്പോൾ 12 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞങ്ങൾക്കറിയത്തില്ല ഈ 12 കിലോമീറ്റർ അപ്പുറത്ത് ഈ ഷൊർണൂർ വഴിയാണ് ഈ വണ്ടി പോകുന്നതെന്നുള്ളത്. ഇൻ്റർസിറ്റി നമ്മുടെ കോഴിക്കോട്ടേക്ക് പോകുന്ന ഷൊർണൂർ വഴിയാണെന്നുള്ള കാര്യം ബോധമില്ല. അപ്പോൾ എന്നാ പറ്റി, 12 കിലോമീറ്ററും കൂടി ഞങ്ങൾ ബൈക്കിന് പറപ്പിച്ച് വിട്ടടിച്ച് പോകൊണ്ടിരുന്നത്. 70-80 പോയിക്കൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ 70-80 കേട്ടിട്ട് ഇനി എൻ്റെ പുറകെ ആരും പോലീസുകാർ വന്നേക്കരുത്. എൻ്റെ ഗതികേട് കൊണ്ട് ഓടിപ്പോയതാണ്. ഞങ്ങളിവിടുന്ന് ഷൊർണൂരിൽ നിന്ന് മെല്ലെ വിടുവാണ്. ഷൊർണൂരിൽ നിന്ന് മെല്ലെ വിട്ടിട്ട് ഇനി അടുത്ത സ്റ്റേഷൻ ഏതാണെന്ന് അറിയത്തില്ല, നമുക്ക് വരുന്ന സമയത്ത് നോക്കിയിട്ട് പറയാം.
ഞാനല്ല വീഡിയോ എടുക്കുന്നത്, ഉറങ്ങുന്ന പോലെ അഭിനയിക്കാം അല്ലേ? ഞാനല്ല വീഡിയോ എടുക്കുന്നത് കേട്ടോ. ആരോ വീഡിയോ എടുക്കുന്നതാണേ ഉറങ്ങുന്ന. അയ്യോ കണ്ണ് തോന്നും. അപ്പം അടിപൊളിയാണ് സംഭവം. നല്ല വൈബാണ് ഈ പോക്ക്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രെയിനിലൂടെ ഇങ്ങനെയുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. എനിക്ക് എന്നാ പറയുക, ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു ഈ ഒരു പോക്കെന്ന് പറയുന്നത്. ഒന്ന് കണ്ണ് തെറ്റിയപ്പോഴത്തേനും തിരൂർ കഴിഞ്ഞു പോയി മക്കളെ. തിരൂരെത്തിയപ്പം നമ്മൾ ഷൊർണൂർ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഭാഗങ്ങൾ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇട്ട് വെറുപ്പിക്കണ്ടെന്ന് ഓർത്തിട്ട് തിരൂരെത്തിയത് മെയിൻ ഇതെടുക്കാൻ കാരണം ഈ ഒരു വ്യൂ ആയിരുന്നു. അടിപൊളിയായിട്ടുണ്ട് അല്ലേ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ തിരൂർ നിന്ന് നമ്മളിനി നേരെ കോഴിക്കോട് എത്തുന്ന ഭാഗം നമുക്ക് കാണിക്കാം. കോഴിക്കോട് അങ്ങനെ നമ്മൾ മൊഞ്ചന്മാരുടെയും മൊഞ്ചത്തിമാരുടെയും നാടായ കോഴിക്കോടിലേക്ക് എത്തിയിരിക്കുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. കുറേ പ്രാവശ്യം കോഴിക്കോട് പോയിട്ടുണ്ടെങ്കിലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തി. ചുമയും വരുന്നുണ്ടല്ലോ ദൈവമേ, ഇത് ഒത്തിരി പേരോടെ നിൽപ്പുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഏകദേശം 2 മിനിറ്റോളം എടുത്തു ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ആ പ്ലാറ്റ്ഫോമിൻ്റെ ഒരറ്റത്തു നിന്ന് ഒരറ്റത്ത് എത്താനായിട്ട്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് വന്നത്. ഒത്തിരി പേര് ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ കോഴിക്കോട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അറിയാതെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് എൻ്റെ വീഡിയോ പെട്ട് വീട്ടിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദേ നമ്മളങ്ങനെ കൊടകരയിലേക്ക് എത്തിയിരിക്കുന്നു. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ കൊടകര എത്തും. ഇതിപ്പോൾ കൊടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് ചാടി ഞങ്ങൾ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെല്ലെ നടക്കുവാണ് കേട്ടോ. കാര്യം വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ കൂടെ പുറകിലൊരാൾ വന്ന് സംസാരിക്കുന്നുണ്ട്. പപ്പാ ട്രെയിൻ എന്ന് പറയുന്നുണ്ട്. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നേരെ എന്നാ ചെയ്തെന്ന് കഴിഞ്ഞാൽ നടന്ന് അപ്പുറത്തോട്ട് കിടന്ന് ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ കഴിഞ്ഞ് നേരെ പോയി ട്രെയിൻ ഇപ്പം മിണ്ടല്ലേ, പപ്പ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പം അങ്ങനെ ട്രെയിൻ പോയി പോകാൻ ട്രെയിൻ തീരുന്നില്ലല്ലോ. തീർന്നു. ഒരു ട്രെയിൻ അവിടെ നിന്ന് പോയി, അപ്പത്തേനും വേറൊരു ട്രെയിൻ ആ ഭാഗത്തു നിന്നും അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ ഇല്ലേ. അതെ, ആ ട്രെയിൻ അവിടെ നിന്ന് അങ്ങ് പോയി. ഞങ്ങൾ നേരെ അവിടെ നിന്ന് വന്ന് ഒരു പൊറോട്ടയും 2 പൊറോട്ടയും ബീഫ് കറിയും കൂടി കഴിച്ച് ഞങ്ങൾ നേരെ ഇനി ഞങ്ങളുടെ ഒരു പ്രാർത്ഥന നടക്കുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് പോവാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് ആദ്യം ഒരു ലൈം ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ലൈം ജ്യൂസ് കുടിച്ചു. എന്നതിന് ശേഷം ഒരു ബിരിയാണിയും കൂടി മേടിച്ച് 2 പേരും കൂടി കഴിച്ച് നേരെ തിരിഞ്ഞ് വീണ്ടും എവിടെയാണോ വന്നിറങ്ങി നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതേ വടകര സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു വന്നു. നല്ല ഉച്ച സമയമാണ്. ഏകദേശം 1:40 ട്രെയിൻ. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിൽക്കുന്ന ഒരു ട്രെയിൻ ഞങ്ങളിപ്പം ഇനിയുണ്ട് 10-20 മിനിറ്റ് സമയമുണ്ട്. കുറച്ച് നേരം ഇരിക്കാം, മൊബൈലൊന്ന് കുത്തിവെക്കാം. ഇപ്പോൾ 1:12 ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ 1:40 വരെ സമയമുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്ന് ഒരു ട്രെയിൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇനി ട്രെയിനിൻ്റെ ഇതിലോട്ട് കയറാൻ വേണ്ടി ഓടുക. സത്യം പറഞ്ഞാൽ എന്നാ പറ്റിയെന്നറിയാമോ, നേരത്തെ പോലെ ഓടി ഫ്രണ്ടിലോട്ട് വന്നതാണ്. പക്ഷേ ട്രെയിൻ പറ്റിച്ചു. പുറകിലായി ബോഗി പുറകിലായി ആൾക്കാരെല്ലാം ആദ്യം കയറി ഇരുന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയില്ലെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ നമ്മൾ ബംഗാളി ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി അങ്ങനെ ഒറ്റപ്പാലം വന്നിറങ്ങി ഗായ്സ്. എൻ്റെ കൂടെ യാത്ര ചെയ്ത ആളാണ് ആ ഓടുന്നത്, എന്തിനാണെന്നറിയത്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ച് ഒറ്റപ്പാലം വന്നിറങ്ങി. ഇനി ഒറ്റപ്പാലത്ത് നിന്ന് തിരിച്ച് ഞങ്ങൾ ബൈക്ക് വെച്ച സ്ഥലത്തോട്ട് പോകണം. ഒറ്റപ്പാലത്ത് ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞങ്ങളിത് വന്ന ട്രെയിൻ പോകുന്ന ഇത് കണ്ടോ, ട്രെയിൻ പോകണം. ഒറ്റപ്പാലത്ത് ട്രെയിൻ യാത്ര പോയി. ഞങ്ങൾ വന്ന ട്രെയിൻ പോവാണ് കേട്ടോ. ട്രെയിൻ യാത്ര കണ്ടോ. ട്രെയിൻ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുന്നു. തീരുന്നില്ല. തീർന്നു. ഇനി നമുക്ക് പോവാം. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് കിടക്കാം.
പുറത്തോട്ട് കടന്ന് വണ്ടി എടുത്തു. ദേ നേരെ ഇപ്പോൾ പഴയന്നൂർ കഴിഞ്ഞു കേട്ടോ. പഴയന്നൂർ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വടക്കഞ്ചേരിയിലേക്കാണ് പോകുന്നത്. വടക്കഞ്ചേരി ചെന്ന് അവിടെ ഇറങ്ങി. ദേ അപ്പോഴത്തേനും ഇരുട്ടായി. കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ വന്ന് നമ്മുടെ HFC ഫ്രൂട്ട്സ് കടയിൽ വന്നു. ഫ്രൂട്ട്സ് കടയിൽ വന്ന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ അവിടുത്തെ ഒരു പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സംസാരിച്ച് ദേ നേരെ വീട്ടിൽ വന്ന് കയറി ഗായ്സ്. എൻ്റെ പൊന്നേ.